ഹലോ കൂട്ടുകാരെ, സാന്ത്വനം ടുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ അച്യുതൻ ദേവമംഗലം വീടിൻ്റെ മുന്നിൽ വന്ന് കലിതുള്ളി നിൽക്കുകയാണ്. അച്യുതൻ മാത്രമല്ല, അച്യുതൻ്റെ ഭാര്യയുണ്ട്, നന്ദിതേട്ടത്തിയുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് ആർക്കും എങ്ങനെ വ്യക്തമായിട്ടില്ല. ഗോമതിയെ വിളിച്ചിട്ട് വഴക്ക് പറയുകയാണ് അച്യുതൻ. നിങ്ങൾ എല്ലാവരും കള്ളന്മാരാണ്, ബാലനെ വിളിക്ക്, നിൻ്റെ ഭർത്താവ് മുൻപേ എനിക്കറിയാം കള്ളനാണെന്ന്, പക്ഷേ ഇത്രയും വലിയ കള്ളനാണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞ് ഗോമതിയെ വഴക്ക് പറയുകയാണ്. അപ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട്, എന്താണ് അച്യുതേട്ട കാര്യം, എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറയൂ. പക്ഷെ ഇത് കാര്യം പറയാണ്ട് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കുക? അതൊന്നും എനിക്ക് നിന്നോട് പറയാൻ പറ്റില്ല, നീ ബാലനെ വിളിക്ക് എന്ന് പറഞ്ഞ് അച്യുത ബഹളം വെക്കുകയാണ്. പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ മിത്രയ്ക്ക് കാര്യം മനസ്സിലായി. മിത്ര വേഗം മീനുവിനെ വിളിക്കുകയാണ്. മീനുവിനോട് പറയും, ചേച്ചി ആകെ പ്രശ്നമായിട്ടുണ്ട്, ഞാൻ സ്വർണം പണയം വെക്കാൻ പോയത്, ആ സ്വർണം എങ്ങനെയോ ചെറിയച്ഛൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സ്വർണവുമായിട്ട് ചെറിയച്ഛനെ ഇവിടെ വന്നിട്ട് ആകെ ബഹളം വെക്കുകയാണ്, എനിക്കാകെ പേടിയാവുന്നു, എന്തോ പ്രശ്നമുണ്ട്. അപ്പം മീനു ചോദിക്കും, അതെങ്ങനെ സ്വർണം പണയം വെക്കാൻ പോയിട്ട് സ്വർണം ചെറിയച്ഛൻ്റെ കയ്യിലെത്തിയത്? അതെനിക്കൊരു സംശയമുണ്ട് ചേച്ചി, വേറെ ഒന്നുമല്ല, ചെറിയച്ഛൻ ഒരു ഫിനാൻസ് കമ്പനിയിൽ പാർട്ട്ണർ ആവണമെന്ന് പറഞ്ഞിരുന്നു. ഇനി ആ ഫിനാൻസ് കമ്പനി തന്നെയാണോ ഈ കമ്പനി എന്ന് എനിക്കൊരു സംശയമുണ്ട്. മീനു പറഞ്ഞു, ശരി, നീ എന്തായാലും അവിടെ നിൽക്ക്, നീ ഇപ്പോൾ വീട്ടിലല്ലേ, ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് മീനു ഓഫീസിൽ നിന്ന് ഇറങ്ങണം. ഇതേ സമയം ഗോമതീനെ വീണ്ടും അച്യുതൻ വഴക്ക് പറയുന്നുണ്ട്, നീ നിൻ്റെ ഭർത്താവിനെ വിളിക്കും, നിൻ്റെ ഭർത്താവിനെ വിളിച്ചിട്ട് അവനോട് ഇങ്ങോട്ട് വരാൻ പറ, അവൻ്റെ കള്ളത്തരം ഞാൻ തെളിവോട് കൂടിയിട്ടാണ് പൊക്കിയിട്ടുള്ളത്, അവനോട് വേഗം വരാൻ പറ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ട്. അപ്പോഴും കോമതി ചോദിക്കുന്നുണ്ട്, അച്ഛൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ, എൻ്റെ ഭർത്താവിനെ കള്ളനൊന്നും അനാവശ്യമായിട്ട് വിളിക്കരുത്, അദ്ദേഹത്തിനൊരു ജോലിയുണ്ട്, അതിനിടയിൽ തിരക്കിലാവും എന്നൊക്കെ പറയും. അപ്പോഴും എന്നിട്ട് പിന്നെ കോമതി പോയിട്ട് വേഗം ബാലനെ വിളിക്കും. എന്നിട്ട് പറയും, ബാലേട്ട, അച്ചേട്ടൻ വന്നിട്ട് ഇവിടെ വന്ന് ബഹളം വെക്കുന്നുണ്ട്, എന്താണ് കാര്യമെന്ന് പറയുന്നില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ബാലേട്ടൻ വന്നു കഴിഞ്ഞാലേ പറയുള്ളൂ എന്നാണ് പറയുന്നത്, ബാലേട്ടൻ ഒന്നിങ്ങോട്ട് വേഗം വരുമോ എന്ന് ചോദിക്കും. ശരി, എന്നാൽ ഞാൻ വേഗം വരാമെന്ന് ബാലനും പറയും. അങ്ങനെ ബാലൻ വഴിയിൽ നിന്നാണ് ബാലൻ ഈ ഫോണൊക്കെ എടുത്തിട്ടുള്ളത്, എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ തിരിച്ച് ബാലൻ ദേവമംഗലത്തേക്ക് വരികയാണ്. ഇതേ സമയം പോലീസ് സ്റ്റേഷനിൽ പോലീസ് അശോകേട്ടനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വിളിച്ചിട്ട് പറയുന്നത്, നിങ്ങളുടെ മകളും മരുമകനും ഇവിടെ വന്നിരുന്നു, സ്വർണം ഞാൻ അവർക്ക് കൊടുത്തപ്പോൾ നിങ്ങളുടെ മരുമകൻ ഈ സ്വർണം വാങ്ങാൻ തയ്യാറായിരുന്നില്ല, അങ്ങനെ നിർബന്ധിച്ചിട്ടാണ് അത് കൊടുത്തത്. കാരണം ഞങ്ങൾക്ക് മരുമകൻ പറഞ്ഞത് സാറിൻ്റെ കയ്യിൽ തന്നെ തരാനാണ്, പക്ഷേ അതിന് വകുപ്പില്ലല്ലോ, കാരണം കംപ്ലയിൻറ്റ് തന്നതും ഒക്കെ മിത്രയാണ്, സാറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ പോലും ഉണ്ടായിട്ടില്ല, അപ്പം അതുകൊണ്ടാണ് മിത്രയ്ക്ക് കൊടുത്തത് എന്ന്. അപ്പം മിത്രയുടെ അച്ഛൻ പറയും, അത് സാരമില്ല, മിത്രയ്ക്കിടെ സ്വർണം തന്നെയാണത്, മിത്രയ്ക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്, അവരുടെ കയ്യിൽ കൊടുത്തത് നന്നായി, അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ്. പിന്നെ ചോദിക്കും, എനിക്ക് ആ മിഥുനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന്. അപ്പോൾ പറയും, പോലീസുകാരൻ പറയും, അവനെ കോടതിയിലോട്ട് കൊണ്ടുപോയിക്കുകയാണ്, ഒത്തിരി കേസുകളുണ്ട് അവൻ്റെ പേരിൽ, അവിടെ നിന്ന് 14 ദിവസത്തേക്ക് അവനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ജയിലിലോട്ട് മാറ്റിയിട്ടുണ്ടാവും എന്ന് പറയും. എന്നാൽ ശരി സാർ, കുഴപ്പമൊന്നുമില്ല, എന്തായാലും സ്വർണം കുറച്ചെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ, അത് തന്നെ ഒരു ആശ്വാസമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇയാൾ പോലീസുകാരൻ പറയും, ഇനി ബാക്കിയുള്ള സ്വർണത്തിൻ്റെ കാര്യം കൂടി ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങളെക്കൊണ്ട് മാക്സിമം എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ ഞങ്ങൾ മാക്സിമം ശ്രദ്ധിച്ച് ചെയ്യാം, സ്വർണം തിരിച്ചെടുക്കാൻ മാക്സിമം നോക്കാം എന്ന് പറഞ്ഞ് പോലീസുകാരൻ മിത്രയുടെ അച്ഛൻ ഉറപ്പ് കൊടുക്കുകയാണ്. മിത്രയുടെ അച്ഛൻ പറയും, എന്തായാലും നന്ദിയുണ്ട് സാർ, താങ്ക് യു എന്ന് പറഞ്ഞ് അദ്ദേഹവും അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇതേ സമയം നമ്മുടെ മീനു വീട്ടിലെത്തിയിട്ടുണ്ട്. മീനു വീട്ടിലെത്തിയിട്ട് മിത്രോട് ചോദിക്കും, എന്താ നീ ചെയ്തു വെച്ചിട്ടുള്ളത്? നിനക്ക് അവർ പൈസ വൈകുന്നേരം തരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ സ്വർണം വാങ്ങിക്കൊണ്ട് പോന്നാൽ മതിയായിരുന്നു. എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ട്, ഞാനും എൻ്റെ കൂടെ വരേണ്ടതായിരുന്നു, നിന്നെ തനിച്ച് ഇത്രയും സ്വർണവുമായിട്ട് ആ ഫിനാൻസ് കമ്പനിയിലേക്ക് പറഞ്ഞയക്കാൻ പാടില്ലായിരുന്നു, അത് എൻ്റെ ഭാഗത്ത് പറ്റിയ തെറ്റാണെന്ന് പറഞ്ഞ് മീനുവിനും നല്ല കുറ്റബോധമുണ്ട്. മിത്ര പറയും, എന്താണോ ഇനി അങ്കിള് വന്നു കഴിഞ്ഞാൽ ഇനി എന്ത് പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റില്ല എന്ന് പറയും. അപ്പോഴത്തേനും ബാലൻ അങ്ങോട്ട് വരും. ബാലൻ വന്നിട്ട് ഗോമതിയോട് ചോദിക്കും, ഗോമതി എന്താണ് ഇവിടെ പ്രശ്നം? അപ്പോൾ അച്യുതൻ പറയും, ഗോമതിയോടല്ല ചോദിക്കേണ്ടത്, ഇങ്ങോട്ട് ചോദിക്കുക, ഇങ്ങോട്ട് നോക്ക്, നിങ്ങളെല്ലാവരും എത്ര വലിയ കള്ളത്തരമാണ് ഇവിടെ ചെയ്തത്, നിങ്ങൾ മുൻപ് എന്താണ് പറഞ്ഞിരുന്നത്? മിത്രയുടെ സ്വർണം ആര്യൻ്റെ ഫ്രണ്ട് കട്ടെടുത്തെന്നല്ലേ പറഞ്ഞത്, ആ സ്വർണം എന്ന് തിരിച്ച് കിട്ടിയാലും അത് കൃഷ്ണമംഗലത്ത് കൊടുന്ന് തരും എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അപ്പോൾ ബാലൻ പറയും, അതെ, അത് തന്നെയാണ് പറഞ്ഞത്, അതിനെന്താണ് കുഴപ്പം?
ഞാൻ സ്വർണം തിരിച്ച് കിട്ടിയിട്ടില്ലല്ലോ, സ്വർണം തിരിച്ച് കിട്ടിയാലല്ലേ ഞങ്ങൾക്ക് കൊണ്ടുതരാൻ പറ്റുള്ളൂ. അപ്പോൾ അച്യുതൻ ചിരിച്ചിട്ട് പറയും, ഓ നിങ്ങളുടെ എല്ലാവരുടെ അഭിനയം വളരെ നന്നായിട്ടുണ്ട്, വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് അഭിനയിക്കുകയാണല്ലോ എന്ന് പറയും. ഇതേ സമയം ആകാശവും ആനന്ദമൊക്കെ വരുന്നുണ്ട്. ആകാശവും ആനന്ദം അവർക്കൊന്നും കാര്യം മനസ്സിലാവുന്നില്ല. ആര്യൻ ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ ആകാശവും ആനന്ദും ചോദിക്കും, എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയണത്, എന്തൊക്കെ അസംബന്ധമാണ് നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾ വീടിൻ്റെ മുൻപിൽ വന്നിട്ട് ഇങ്ങനെ അനാവശ്യം വിളിച്ച് പറയാതെ കാര്യം എന്തെന്ന് വെച്ചാൽ പറയൂ എന്ന് പറഞ്ഞ് ആകാശവും ആനന്ദമൊക്കെ ചൂടാവുന്നുണ്ട്. അപ്പോൾ അച്യുതനെ അവരെല്ലാവരും കളിയാക്കുന്നുണ്ട്, നിങ്ങൾ കുടുംബത്തോടെ കൂടി കള്ളന്മാരാണെന്ന് എനിക്കറിയാം, സ്വർണം കിട്ടിയത് ഈ സ്വർണം മോഷണം പോയി എന്നൊരു കള്ളക്കഥ ഉണ്ടാക്കി പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തെന്നും പറഞ്ഞ് ആ സ്വർണം ഇപ്പം നിങ്ങൾ പണയം വയ്ക്കാൻ കൊണ്ടുകൊടുത്തിക്കല്ലേ, അതും മിത്രയുടെ കയ്യിൽ കൊണ്ടുകൊടുത്തു. അവൻ മിത്രയുടെ കയ്യിൽ കൊണ്ടുകൊടുത്താൽ ആരും അറിയില്ലെന്നാണോ വിചാരിച്ചത് എന്ന് പറയും. ബാലൻ ചോദിക്കും, പണയം കൊടുക്കുക, എന്ത് നിങ്ങൾ പറയേണ്ടത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴത്തേനും ആര്യന് ഏകദേശം കാര്യങ്ങളുടെ ഒരു രൂപം മനസ്സിലാവും. കാരണം മിത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇത് പണയം വെച്ചിട്ട് ആര്യന് ഫിനാൻസ് തുടങ്ങാനുള്ള പൈസ തരാം, ഏജൻസി തുടങ്ങാനുള്ള പൈസ തരാമെന്ന് പറഞ്ഞിരുന്നില്ല. അപ്പോൾ ആര്യന് ഏകദേശം ഒരു സംശയം വന്നു തുടങ്ങും മിത്രന്. അങ്ങനെ വീണ്ടും ബാലനൊക്കെ വീണ്ടും അനാവശ്യം പറയുമ്പോൾ മിത്ര വന്നിട്ട് പറയും, ചെറിയച്ചൻ എന്നെ എന്തെങ്കിലും പറഞ്ഞോ, ഇത്ര നേരം എന്നെ പറഞ്ഞതൊക്കെ ഞാൻ സഹിച്ചു, പക്ഷേ ഇത് തെറ്റിദ്ധാരണയാണ്, ഇനി ആൻറ്റീനെയും അങ്കിളിനെ ഒന്നും പറയാൻ പാടില്ല, കാരണം അവർ അറിഞ്ഞിട്ടും കൂടി ഇല്ല ഞാൻ ഈ സ്വർണം പണയം വെക്കാൻ വന്നത്, അവർക്ക് ഇതിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ല. അപ്പോൾ ഗോമതി ചോദിക്കും, സ്വർണ്ണമോ മോളെ, നീ എന്തായി പറയുന്നത്, സ്വർണം പണ്ടേ നഷ്ടപ്പെട്ടതല്ലേ, പിന്നെ ഏത് സ്വർണത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജശ്രീ ചോദിക്കും, വീണ്ടും അഭിനയിക്കാൻ തുടങ്ങി, എല്ലാവരും കൂടിയിട്ട് വീണ്ടും സ്വർണം കാണാതായി എന്നുള്ള കള്ളക്കഥ വീണ്ടും ഇതേ പറയുന്നു. അപ്പോൾ അച്യുതൻ പറയും, ശരി തന്നെയാണ്, സ്വർണം യഥാർത്ഥത്തിൽ കാണാതായിട്ടില്ല, കാണാതായി എന്നുള്ളൊരു കള്ളക്കഥ ഉണ്ടാക്കിയിട്ട് ആ സ്വർണം നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചു, എന്നിട്ട് അതിൻ്റെ പകുതി എടുത്ത് മിത്രേനെ കൊണ്ട് പണയം വെപ്പിക്കാൻ കൊടുത്തയച്ചു. നല്ല ബുദ്ധി തന്നെ ഗോമതി സ്റ്റോർ ബാല എന്ന് പറഞ്ഞാൽ ബാലനെ വീണ്ടും അധിക്ഷേപിക്കാൻ തുടങ്ങി. അപ്പോൾ ബാലന് വീണ്ടും ദേഷ്യം പിടിക്കുന്നുണ്ട്. അപ്പോൾ ബാലൻ ചോദിക്കുക, എന്താണ് മിത്ര, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്. മിത്ര പറയും, ഞാനാണ് സ്വർണം പണയം വെക്കാൻ പോയത്, സ്വർണം പണയം വെക്കാൻ പോയത് അതെങ്ങനെയാണ് ചെറിയച്ഛൻ്റെ കയ്യിലെത്തിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ അപ്പോൾ ബാലൻ ചോദിക്കും, സ്വർണം ആരുടെ കൂട്ടുകാരൻ മോഷ്ടിക്കുകയല്ലേ ചെയ്തത്, ആ മോഷ്ടിച്ച സ്വർണം നിനക്ക് എവിടെ നിന്നാണ് കിട്ടി. അപ്പോൾ മിത്ര പറയും, അതിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു, ഞാനും ആര്യനും കൂടി പോയിട്ടാണ് സ്വർണം വാങ്ങിയതെന്ന്. അത് കേട്ടപ്പോൾ ബാലന് കൂടുതൽ ദേഷ്യം വരും. എന്താ നീ പറയണത്, നീയും ആര്യനും കൂടി പോയിട്ടാണോ വാങ്ങിയത്, എന്നിട്ട് നീയും ഒന്നും പറഞ്ഞില്ല ആര്യനും ഒന്നും പറഞ്ഞില്ല, ഇങ്ങനൊരു കാര്യം നടന്നതുപോലും ഞങ്ങൾ ആരും ഈ വീട്ടിൽ അറിഞ്ഞിട്ടില്ല, നിങ്ങളെന്താ ഈ കാര്യമൊന്നും ഞങ്ങളോട് പറയാഞ്ഞത് എന്ന് ചോദിച്ച് ബാലൻ ആര്യനോടും മിത്രയോടും ചോദിക്കുകയാണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഉത്തരവില്ല. ആര്യനൊന്നും പറയാൻ പറ്റുന്നില്ല, കാരണം ആര്യൻ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാണ് ഈ സ്വർണം കൃഷ്ണമംഗലത്തേക്ക് തന്നെ കൊടുക്കാൻ പറഞ്ഞത്. മിത്ര അതനുസരിക്കുമെന്നാണ് ആര്യൻ വിചാരിച്ചത്. പക്ഷേ എല്ലാം തകിടം മറിച്ചുകൊണ്ട് മിത്ര ഇങ്ങനെ ഒരു പ്രശ്നമാണ് ഉണ്ടാക്കി വെച്ചത്. അതോടുകൂടി ഉത്തരം മുട്ടി നിൽക്കുകയാണ് ആര്യനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഇനി അശോകൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ സത്യം പുറത്തു വരികയുള്ളൂ. എന്തായാലും നാളെ നമുക്ക് അങ്ങനെ ഒരു എപ്പിസോഡ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. വളരെ നേരത്തെ തന്നെ സാന്ത്വനത്തിൻ്റെ കഥയും വിശേഷങ്ങളും അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. താങ്ക്